നമസ്കാരം, ഞാൻ ഡോക്ടർ ആർ പദ്മകുമാർ. കീഹോൾ ക്ലിനിക് ഇടപ്പള്ളിയിലെയും ലേക്ഷോർ ഹോസ്പിറ്റൽ കൊച്ചിയിലെയും ലാപ്രോസ്കോപ്പി സർജറി വിദഗ്ധനാണ്. ഇന്ന് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന വിഷയം ഹയാറ്റസ് ഹെർണിയ എന്ന് പറയുന്നതാണ്. ഹെർണിയ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും സുപരിചിതമാണ്, കുടലിറക്കം. അപ്പൊ ഈ ഹയാറ്റസ് ഹെർണിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഹയാറ്റസ് എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസകോശത്തിനെയും ആമാശയത്തിൻ്റെയൊക്കെ ഇരിക്കുന്ന വയറിന്റെ ഭാഗത്തിനെയും വേർതിരിക്കുന്ന ഡയഫ്രം എന്ന് പറഞ്ഞിരുന്നുണ്ട്. അപ്പൊ ഡയഫ്രം വെച്ചിട്ടാണ് നമുക്ക് ശ്വാസകോശം, ഹൃദയം ഉള്ള ഒരു അറ മേളില് നമ്മൾ തൊറാക്സ് എന്നോ അല്ലെങ്കിൽ നെഞ്ചിന്റെ കൂടെ എന്ന് പറയുന്നത്. അതിന്റെ താഴെയുള്ളത് വയറും കുടലും ഒക്കെ കിടക്കുന്നതായിട്ടുള്ള ഒരു ഭാഗം. അപ്പൊ ആ ഒരു അബ്ഡമൻ എന്ന് ഞങ്ങൾ പറയുന്ന ഒരു ഭാഗം. അപ്പൊ അതിനെ രണ്ടിനെയും തിരിക്കുന്ന ഒന്നാണ് ഡയഫ്രം എന്ന് പറയുന്നത്. അപ്പൊ ഡയഫ്രത്തിനകത്ത് ചെറിയ ദ്വാരങ്ങൾ ഇട്ടിട്ടുണ്ട്. എന്തിനാണ്? ഒന്ന് അന്നനാളം താഴേക്ക് വന്നിട്ട് ആമാശയത്തിലേക്ക് ആകുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ രക്തക്കൊഴലുകൾക്ക് പാസ് ചെയ്യാനുണ്ട്. അപ്പം വയറിന്റെ ഭാഗത്തേക്ക്, കാലിന്റെ ഭാഗത്തേക്കുള്ള രക്തക്കൊഴൽ പാസ് ചെയ്യാനായിട്ടുള്ള, അപ്പൊ അതിനൊക്കെയുള്ള ഒരു ദ്വാരങ്ങൾ മാത്രമാണ് ആ ഭാഗത്തുള്ളത്, ഡയഫ്രത്തിനകത്തുള്ളത്. ഡയഫ്രത്തിന്റെ അനക്കം കൊണ്ടാണ് നമുക്ക് വയറിനകത്തേക്ക് ആ ഒരു തള്ളൽ വന്നിട്ടാണ് ശ്വാസകോശത്തിന്റെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടക്കേണ്ടത്. അപ്പൊ ഡയഫ്രത്തിന്റെ മൂവ്മെന്റ്സ് ആവശ്യമാണ്. അതിനകത്ത് ഇത്തരം പറഞ്ഞ രക്തക്കൊഴലിനോ അല്ലെന്നുണ്ടെങ്കിൽ അന്നനാളത്തിന് ഇങ്ങ് താഴേക്ക് വരാനോ ഉള്ള ഒരു ദ്വാരങ്ങളേ ഉള്ളൂ. അതിനെ ചുറ്റി മസിലുകളുണ്ട്. അപ്പൊ ഈ ഹയാറ്റസ് ഹെർണിയയിൽ എന്താ പറ്റുന്ന വെച്ച് കഴിഞ്ഞാല് ഈ അന്നനാളം വരുന്നതിനുള്ള ആ ഭാഗത്തുള്ള ആ ഒരു ദ്വാരം, ആ ഒരു വിടവിട്ടിരിക്കുന്നത് കുറച്ച് വലുതായി പോകുന്ന ഒരവസ്ഥ. അങ്ങനെ വലുതായി പോകുമ്പോഴത്തേക്ക് അന്നനാളം ഇരിക്കുന്ന ഭാഗത്തേക്ക് ആമാശയം മുകളിലേക്ക് കയറി പോകുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ പ്രയാസം വരുന്നത്? ഈ ഭാഗത്തുള്ള ശ്വാസകോശത്തിനെയും ഹൃദയത്തിനെയും അത് അമർത്തുന്നതായിട്ട് വരും. ഇപ്പൊ നമ്മൾ ആഹാരം കൂടുതലായിട്ട് കഴിക്കുന്ന ഉടനെ ഈ ആമാശയം വീർക്കുന്നത് നെഞ്ചിന്റെ ഭാഗത്തേക്കാണ്. അത് ഹൃദയത്തിനെയോ ശ്വാസകോശത്തിനെയോ തള്ളുമ്പം ആൾക്ക് നെഞ്ചിനകത്ത് വലിയൊരു വീർപ്പ് പോലെ അനുഭവപ്പെടും ആഹാരം കഴിച്ച ഉടനെ. പിന്നെ ഗ്യാസ് എങ്ങാനും പോകണം, അല്ലെന്നുണ്ടെങ്കിൽ കുറെ നേരം ഇരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞു കിടക്കണം. എങ്ങനെയെങ്കിലും കഴിച്ച ഒരു ആഹാരമോ അല്ലെങ്കിൽ വെള്ളമോ ഒന്ന് മാറിപ്പോകുന്നത് വരെയും നെഞ്ചിന്റെ ഭാഗത്ത് അസ്വസ്ഥത. പലപ്പോഴും ഹൃദയാഘാതമാണോ വരുന്നതെന്ന് പേടിക്കുന്ന അവസ്ഥ തന്നെ ഉണ്ടായിട്ടുണ്ട്. തിരിച്ചും വരാം. ഹൃദയാഘാതം വരുമ്പോൾ ആൾക്കാർ വയറുവേദനയാന്ന് വിചാരിച്ചിട്ട് ആശുപത്രി കാണിക്കാത്ത അവസ്ഥയുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു ഹയാറ്റസ് ഹെർണിയ ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് പോലും വരാം. എന്തുകൊണ്ടാണ് ഇത് വരുന്നത് നമുക്ക് നോക്കാം. ഒന്ന്, നമുക്ക് വയറിന്റെ ഭാഗത്ത് പ്രഷർ കൂടുക എന്ന് പറയും. നമ്മൾ വളരെ മുക്കി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭാരം എടുക്കുമ്പോൾ നമ്മൾ മുക്കുന്നുണ്ട്. ഞങ്ങൾ അതിനെ വാൽസൽവാമെന്ന് പറയും. ഇങ്ങനെ തൊണ്ട അടച്ചിട്ട് ഇങ്ങനെ വയറ് തള്ളുന്നതായിട്ടുള്ള കാര്യം. ഒരു ഭാരം എടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും തള്ളുക, ചുമയ്ക്കുക, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ തുമ്മുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന്, അല്ലെങ്കിൽ മലം പോകാനോ മൂത്രം പോകാനോ മുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വയറിന്റെ ഭാഗത്തെ പ്രഷർ കൂട്ടും. അത് കാലിന്റെ ഭാഗത്തുള്ള ഹെർണിയ വരാം, പൊക്കിളിന്റെ ഭാഗത്തുള്ള ഹെർണിയ വരാം. അതുപോലെ തന്നെ വയറിന്റെ മുകളിലോട്ടുള്ള ഡയഫ്രത്തിന്റെ ഭാഗത്തും കുറച്ചൊക്കെ ക്ഷീണം വരുത്താം. അതുപോലെ പൊണ്ണത്തടിയുള്ള ആളെ സംബന്ധിച്ചോളം, അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം മസിലിന് ക്ഷീണം വരും, മസിലിന് അകൽച്ച വരും. അതുപോലെ തന്നെ വയറിനകത്തുള്ള പ്രഷർ കൂടും, അങ്ങനെ വരാം. പിന്നെ കഴിച്ചിട്ട് നമ്മൾ ഉടനെ തന്നെ കിടക്കുന്ന അവസ്ഥ, വളരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ വയറിന്റെ ഭാഗത്ത് മേലിലേക്ക് ഒരു തള്ളൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം ഇതെല്ലാം കൊണ്ട്, അല്ലെങ്കിൽ മസിലിന്റെ പേശികൾക്ക് നമുക്ക് ക്ഷീണം വരുന്നതായിട്ടുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാലും സ്വതവേ ഇങ്ങനെ ഈ ഹയാറ്റസ് ഹെർണിയ വരാവുന്നതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വന്നു കഴിഞ്ഞാൽ എന്ത് ലക്ഷണം എന്ന് പറഞ്ഞാൽ, നമുക്ക് ആഹാരം കഴിച്ച ഉടനെ നെഞ്ചിന്റെ ഭാഗത്ത് ഒരു തിങ്ങൽ അനുഭവപ്പെടുന്നതായിരിക്കും പ്രധാനമായിട്ടും ഈ ഹയാറ്റസ് ഹെർണിയയിൽ ഉണ്ടാവുന്നത്. ചിലർക്ക് ആ ഒരു ആമാശയം നമ്മുടെ നെഞ്ചിന്റെ കൂടിലേക്ക് കയറിയിരിക്കുന്നതുകൊണ്ട് ഈ ആസിഡിനെയൊക്കെ മുകളിലേക്ക് കയറാതെ പിടിച്ചു നിർത്തേണ്ടിയിരുന്ന സ്ഫിങ്ക്ടർ മസിൽ എന്ന് പറയും. അവിടെ ഒരു അടപ്പ് പോലെ വെച്ചിരിക്കുന്നതാണ്, വാൽവ് പോലെ വെച്ചിരുന്നതിന് ക്ഷീണം വന്നിട്ട് ആസിഡ് മേലിലോട്ട് കയറും. അങ്ങനെ വരുമ്പോൾ എന്താ, നെഞ്ചരിച്ചിൽ പോലെ ഒരു ഹാർട്ട് ബേൺ എന്നൊക്കെ പറയുന്ന ഒരു സാധനം വരാം. അത് കുറച്ചുകൂടെ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മേലിലെ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് ശ്വാസനാളവും അന്നനാളവും കൂടെ ചേർന്നിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്, ഫാരിങ്സ് എന്ന് പറയും. അവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ആസിഡ് അപ്പുറത്തോട്ട് മാറി ഒഴുകി കഴിഞ്ഞാൽ നമുക്ക് ചുമ വരും. ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഇവൻ ന്യൂമോണിയ പോലും വരുന്ന തരത്തിലേക്ക്. അതിനകത്തേക്ക് കൂടുതൽ ആസിഡ് വീണു. അപ്പം ആഹാര സാധനത്തിന്റെ ആണല്ലോ വന്നിരിക്കുന്നത്, ആസിഡ് ആണല്ലോ വീണിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടുള്ള ക്ഷീണങ്ങൾ വരാം. അപ്പൊ തുടർച്ചയായിട്ട് ചുമ, വിഷമങ്ങളൊക്കെ വരാം, തൊണ്ടയുടെ ഇറിറ്റേഷൻ വരാം. അതൊക്കെ ചിലപ്പോൾ ഈ റിഫ്ലക്സ് ഡിസീസ് എന്ന് ഞങ്ങളൊക്കെ പറയുന്ന പോലത്തെ ഒരു കാര്യങ്ങൾ, ഗ്യാസ്ട്രോഇസോഫേജൽ റിഫ്ലക്സ് ഡിസീസ് വരുന്നവർക്ക് വരുന്ന പോലെ ആസിഡ് എന്തായാലും മേലിലോട്ട് കയറിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരികയെന്നുണ്ട്. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് വളരെയധികം വരുത്തുന്ന ഒരു കാര്യമാണ്. ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഒരു അളവ് വരെയും ഇങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് വന്നിട്ട് ആഹാരം കഴിക്കുന്നതിലൊക്കെ വ്യത്യാസം വന്നിട്ട് ഹീമോഗ്ലോബിൻ കുറയുക, മറ്റ് ഭാരം കുറയുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് വരെയും എത്താം.
ആ ഒരു തുടർന്നുള്ള ബുദ്ധിമുട്ടുകൾ വന്നിട്ട് ഹൃദയത്തിനും ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ വരാവുന്ന ഒരു കാര്യമാണ് ഈ ഹൈറ്റസ് ഹെർണിയ എന്ന് പറയുന്നത്. അപ്പം അത് കണ്ടുപിടിക്കാൻ എന്താണ് മാർഗം? നമുക്ക് ഇങ്ങനെയുള്ള ഒരു ലക്ഷണമുണ്ട്, കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്, നെഞ്ചിന്റെ ഭാഗത്ത് തിങ്ങലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വയറിന്റെ ഒരു സ്കാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വയറിനകത്ത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയാം. അതിനേക്കാളൊക്കെ ഏറെയായിട്ട് CT സ്കാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡയഫ്രത്തിന്റെ ദ്വാരം ഉണ്ടായിട്ടുള്ളത് കാണാം. അതിലൂടെ ആമാശയം മുകളിലേക്ക് തിങ്ങുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ CT സ്കാൻ ഒരു പ്രയോജനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് അറിയാം എൻഡോസ്കോപ്പി പരിശോധന, നമ്മുടെ തൊണ്ടയിൽ കൂടി ആ ട്യൂബ് കടത്തി അന്നനാളത്തിലേക്കും ആമാശയത്തിലേക്കും ട്യൂബ് കടത്തിയുള്ള എൻഡോസ്കോപ്പി പരിശോധനയിൽ വളരെ കൃത്യമായിട്ട് നമുക്കറിയാം ആ ഒരു ട്യൂബിൽ കയറി പോകുമ്പോൾ അവിടെ വളരെയധികം വ്യാസം പെട്ട് കിടക്കുന്നതായിട്ട് കാണാം. ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ച പോലെ ഇരിക്കേണ്ടതിന് പകരം വളരെ വ്യത്യാസപ്പെട്ടിട്ട് ആമാശയം കൂടെ കയറിയിരിക്കുന്ന അവസ്ഥ, ആസിഡ് കയറി വരുന്നതായിട്ട് കാണാം, അന്നനാളത്തിൽ നീരുള്ളതായിട്ട് കാണാം. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഹൈറ്റസ് ഹെർണിയ ഉണ്ട്. അതിന് തന്നെ ഗ്രേഡുകൾ പറയും. അപ്പൊ കൂടുതലായിട്ടുണ്ട്, അതിന്റെ കൂടെ തന്നെ ആസിഡ് റിഫ്ലക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചികിത്സപ്പെടേണ്ട തന്നെ കാര്യമാണ്. അപ്പൊ നമ്മൾ സാധാരണ ഒരു മരുന്ന് കൊടുത്ത് ചികിത്സിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ശ്രമമാണ് സാധാരണ ആദ്യം നടത്തുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത്? ആസിഡ് കയറി വന്നിട്ടാണല്ലോ ബുദ്ധിമുട്ട്. അപ്പൊ ആസിഡ് കുറയ്ക്കുന്നതിനുള്ള ഈ പാൻഡോപ്രസോൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണയായിട്ട് അസിഡിറ്റി കുറയ്ക്കാനായിട്ട് കഴിക്കുന്ന മരുന്നുകൾ കഴിക്കാൻ നോക്കും. അതുപോലെ തന്നെ ഈ റിഫ്ലക്സ് എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചരിച്ചിലിന് മേലിലോട്ട് കയറുന്നത് കുറയ്ക്കാൻ വേണ്ടി പ്രോകൈനറ്റിക്സ് എന്ന് പറയും. വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അനക്കം താഴേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഓണ്ടൻസെട്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള മരുന്നുകളോ അല്ലെങ്കിൽ ഡോംബെറിഡോൺ എന്ന് പറഞ്ഞ മരുന്നുകളോ ഒക്കെ കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഞങ്ങള് സിൻഡാപ്രൈഡ് എന്ന് പറഞ്ഞിട്ട് മരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കൊടുത്തിട്ട് ചിലപ്പോൾ കുറച്ചൊക്കെ ഒന്ന് മൂവ്മെന്റ്സ് താഴേക്ക് ആക്കി രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളത് നോക്കും. പിന്നെ ഒട്ടും പറ്റാതെ വരുന്ന ഒരു അവസ്ഥ വരികയാണ്, നമുക്ക് ക്ഷീണം വരുന്നുണ്ട്, അതുകൊണ്ടൊരു കൺസേൺ വരുന്നുണ്ടെന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ ഈ പരിശോധനകളൊക്കെ കഴിഞ്ഞിട്ട് ശസ്ത്രക്രിയാ ചികിത്സകളെ കുറിച്ച് ആലോചിക്കണം. വെച്ചാൽ കയറിപ്പോയ ആമാശയത്തിനെ തിരിച്ചതിന്റെ സ്ഥാനത്ത് വെക്കുക, ഡയഫ്രത്തിൽ വന്നിട്ടുള്ള ദ്വാരം വലുതായിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ അതിന് ക്ഷീണം വന്നിട്ട് അകന്നു പോയിട്ടുള്ള ഒരു അവസ്ഥയെ തിരിച്ച് നോർമലാക്കി വെക്കുക, അവിടെ സ്റ്റിച്ച് ഇടുക എന്നുള്ളൊരു അവസ്ഥ ചെയ്യിപ്പിക്കേണ്ടതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്. അതിന് പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്ത് വലുതായിട്ട് തുറന്നിട്ട് ചെയ്യുമ്പോൾ എന്താ, ഹൈറ്റസ് ഹെർണിയയുടെ പ്രശ്നം ആ ചെയ്ത ദിവസം കൊണ്ട് മാറി. പക്ഷെ വലുതായിട്ട് നമ്മൾ ഈ നെഞ്ചിന്റെ അല്ലെങ്കിൽ വയറിന്റെയും കൂടെ ഉള്ള ജംഗ്ഷനിൽ പോയി മുറിവുണ്ടായി കഴിഞ്ഞാൽ ഓരോ ശ്വാസം എടുക്കുമ്പോഴും ശസ്ത്രക്രിയ ചെയ്ത സർജനെ കുറിച്ച് മോശമായി ഓർമ്മിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കും. അത്രയ്ക്കും വേദനയും വിഷമം ഉണ്ടാക്കുന്ന സ്ഥലമാണ് അത്. വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം ശ്വാസം എടുക്കുമ്പോൾ അനങ്ങുന്ന ഒരു ഭാഗത്ത് പോയിട്ട് വലിയൊരു മുറിവുണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് മടിയുമായിരുന്നു ഇത്രയും വന്നു കഴിഞ്ഞാൽ ഇപ്പം ഹൈറ്റസ് ഹെർണിയ കൊണ്ടുള്ള വിഷമം വേണോ അതോ ആ ഭാഗത്ത് ഓപ്പറേഷൻ ചെയ്തുകൊണ്ടുള്ള വിഷമം വേണോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് ആലോചിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം നമ്മളത് ലാപ്രോസ്കോപ്പിക് ആയിട്ടാണ് ചെയ്യുന്നത്. കീഹോൾ സംവിധാനത്തിലൂടെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് വയറിന്റെ പുക്കിളിന്റെ അവിടെയോ അതിന്റെ ആ ഒരു ലെവലില് 5 മില്ലിമീറ്ററിന്റെ മുറിവുകളൊക്കെ ഉണ്ടാവുന്നുള്ളൂ. ഒരെണ്ണം മാത്രം ചില 10 മില്ലിമീറ്ററിന്റെ ടെലിസ്കോപ്പ് ഇടുന്നതിന്റെ ഒരു മുറിവ് ഉണ്ടാവുമായിരിക്കും. പക്ഷെ അതൊക്കെ വളരെ ചെറിയ ഒരു കാര്യമായതുകൊണ്ട് കാര്യമായിട്ട് വേദനയോ പ്രയാസമോ ഉണ്ടാവുന്നില്ല. എന്നാൽ ഏറ്റവും നന്നായിട്ട് കാണാം, ആ ഒരു ഡയഫ്രത്തിന്റെ ഒക്കെ ഭാഗം വളരെ വ്യക്തമായിട്ട് 10 ഇരട്ടി വലുതായിട്ട് കാണുന്നത് കൊണ്ട് നല്ല രീതിയിൽ ആ ആമാശയം കയറിപ്പോയതിനെ മറ്റ് അവയവങ്ങൾക്കൊന്നും ഒരു തൊടാതെ തന്നെ, അതിനെയൊന്നും തൊടാതെ തന്നെ തിരിച്ചു വെക്കാനും ആ ഡയഫ്രത്തിൽ അകന്നു പോയ ഭാഗം തയ്യലിട്ട് അടുപ്പിക്കാനും പറ്റും. അപ്പം ഫണ്ടോപ്ലേക്കേഷൻ എന്ന് പറയുന്നതിൽ ചെയ്യുന്നത് ആമാശയത്തിന്റെ ആ കയറിപ്പോയ ഭാഗത്തെ എടുത്ത് ചുരുട്ടിയിട്ട് ഈ അന്നനാളത്തിന് ചുറ്റിലും വെക്കുക എന്നുള്ളൊരു അവസ്ഥ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം പിന്നീട് തിരിച്ചൊരിക്കലും അത് അങ്ങനെ ആ ഒരു നെഞ്ചിന്റെ ഭാഗത്തേക്ക് കയറി പോകാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം ഒരു 3-4 ദിവസത്തേക്ക് രോഗിക്ക് വെള്ളം ആയിട്ടുള്ള ഫുഡേ കഴിക്കാൻ പറ്റത്തുള്ളൂ. ആഹാരം ഇറക്കുന്നതിന് ചെറിയൊരു നിയന്ത്രണം അല്ലെങ്കിൽ ചെറിയ ബുദ്ധിമുട്ട് പോലെ തോന്നും. കാരണം അവിടെ വെറുതെ ഫ്രീ ആയിട്ട് കിടന്ന ഒരു ഭാഗം നമ്മളൊന്ന് തയ്ച്ചു വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ, പക്ഷെ ഒരു മാസം ആകുമ്പോഴത്തേനൊക്കെ എല്ലാ ആഹാരവും കഴിച്ച് വളരെ നോർമലായിട്ട് സന്തോഷമായിട്ട് പോകാനായിട്ട് പറ്റും. വളരെ മുറുക്കമായിട്ട് ചെയ്തു വെച്ചാൽ മാത്രമാണ് ഈ ഗ്യാസ് പോകുന്നതിനൊക്കെ ഉള്ള ചെറിയ ബുദ്ധിമുട്ടൊക്കെ ആൾക്കാർ പറയുന്നത്. അതപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ അതിൻ്റെ ഒരു പ്ലാനിങ്ങോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഈ ഗ്യാസ് കെട്ടുന്ന ബുദ്ധിമുട്ടോ ഒന്നും വരാതെ തന്നെ ഈ ഒരു ഹൈറ്റസ് ഹെർണിയ കൊണ്ട് നെഞ്ചിലേക്ക് വന്നിട്ടുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കി രോഗിക്ക് സന്തോഷമായിട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഹൈറ്റസ് ഹെർണിയയുടെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതൊരു പരിശോധനയ്ക്ക് വിധേയമാവണം, സ്കാൻ എടുക്കണം, എൻഡോസ്കോപ്പി ചെയ്യണം. അത് നമ്മുടെ മരുന്ന് കൊണ്ട് കാര്യമായിട്ട് മാറിപ്പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ലാപ്രോസ്കോപ്പിക് ഫണ്ടോപ്ലൈക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ചെയ്യണം. പൊണ്ണത്തടിയുള്ള ആളാണെന്നുണ്ടെങ്കിൽ വണ്ണം കുറയ്ക്കാനായിട്ടുള്ള കാര്യം തന്നെ ചെയ്യണം. വെച്ചാൽ വണ്ണം കുറച്ച് കഴിഞ്ഞാലും വലിയൊരു പ്രയോജനം ഉണ്ടാവും. പിന്നെ ഈ മുക്കുന്ന പോലത്തെ കാര്യങ്ങളുണ്ട് ഒഴിവാക്കണം. വയറിൽ ആ ഒരു തള്ളൽ ഒഴിവാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ കിടക്കുന്ന രീതി നല്ലതല്ല.
അതിന് വേണമെന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു തലയുടെ ഭാഗത്ത് കുറച്ചൊന്ന് പൊക്കം വരുന്ന തരത്തിലൊന്ന് റിക്ലൈനിങ് എന്ന് പറയുമല്ലോ, ഒന്ന് ചരിഞ്ഞിട്ട് കിടക്കുന്ന നല്ലതാണ്. അപ്പൊ ആസിഡ് നെഞ്ചിലേക്ക് കയറാതിരിക്കാനായിട്ട് സഹായിക്കും. താങ്ക് യു.